കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ആരംഭിച്ചിരിക്കുന്നു. ഏപ്രിൽ മാസത്തോടുകൂടി പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏത് കാരണത്താലും മെയ് മാസത്തിന് ഒരു പുതിയ മന്ത്രിസഭ രൂപീകരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉരുത്തിരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഏതാനും ചില ആഴ്ചകൾക്ക് മുൻപ് നടന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നീ പല തട്ടുകളിലായി കേരളത്തിൽ മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകരും വിദ്യാർത്ഥികളും വിശേഷിപ്പിക്കുന്നത് ഇതൊരു സെമി ഫൈനൽസ് ആയിരുന്നു എന്നാണ്. ഫൈനൽസ് ആണ് ഇനിയും നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ആലങ്കാരികമായി ഈ തെരഞ്ഞെടുപ്പുകളെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഫൈനൽസ് സ്വാഭാവികമായി സെമി ഫൈനൽസിനേക്കാൾ വളരെ തീവ്രതയുള്ളതായിരിക്കും, വളരെ ഗൗരവമുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പും മാറി മാറി വരുമ്പോൾ അതിൻ്റെ ഗൗരവവും തീവ്രതയും വളരെയേറെ വർദ്ധിക്കുന്നുണ്ട്, വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, രാഷ്ട്രീയ വിദ്യാർത്ഥികളും പൊതുസമൂഹവും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൽ സാക്ഷരത ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് എല്ലാ തട്ടിലുമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പുകളെ നന്നായി വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതിപ്പോൾ കേരളത്തിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെയും ഈ പ്ലാറ്റ്ഫോമിൽ പലവട്ടം ചർച്ച ചെയ്തതുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് കേരളത്തിൽ 3 മുന്നണികൾ തമ്മിലുള്ള മത്സരം എന്ന നിലയിലാണ്. ഈ പഴയ കാലത്തൊക്കെ, ഈ അടുത്ത കാലം ഒഴിച്ചാൽ പഴയ കാലങ്ങളിലൊക്കെ ഇവിടെ പ്രധാനമായി ഏറ്റുമുട്ടിയത് 2 മുന്നണികളായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും. LDF UDF നേരിട്ട് മത്സരിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് കേരളം ഇത്രയും കാലങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി ഒരു 3-ാം മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യ ഭരിക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന NDA എന്ന മുന്നണിയാണ് 3ാമത്തെ മുന്നണിയായി ഇപ്പോൾ രംഗത്തുള്ളത്. ഇത് ഈ അടുത്ത കാലത്ത് BJPക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനം നേടിയ മേൽക്കൈ കേരളത്തിലും എങ്ങനെയും കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരും ഈ തെരഞ്ഞെടുപ്പ് ഗോദായിൽ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നത്. ഇപ്പോൾ 3 മുന്നണികൾ തമ്മിലുള്ള ത്രികോണ മത്സരമാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സീറ്റ് പോലും നേടാനായി കേരളത്തിൽ കഴിഞ്ഞില്ല എന്ന ഒരു പരിതാപകരമായ അവസ്ഥ ആ മുന്നണിക്കുണ്ട്. കാരണം വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടക, തെലുങ്കാന തുടങ്ങിയതായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ. ഇന്നും BJP അധികാരത്തിൽ ഇല്ലാതിരിക്കുന്ന 4 സംസ്ഥാനങ്ങളാണ് കേരളം, തമിഴ്നാട്, തെലുങ്കാന, അതുപോലെ കർണാടക. ആന്ധ്രയിൽ ഭരണത്തിലിരിക്കുന്ന കക്ഷിയും BJP അല്ല, പക്ഷേ BJPയുടെ മുന്നണിയിൽപ്പെട്ട സഖ്യകക്ഷിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കേരളത്തിൽ അവർക്ക് ഇതുവരെയും കാര്യമായിട്ടുള്ള ഒരു സ്ഥാനം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ ജാഗ്രതയോടുകൂടി അവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം മാത്രമാണ് കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാനായി സാധിച്ചത്. അത് തിരുവനന്തപുരത്തെ നേമം നിയോജക മണ്ഡലത്തിൽ ശ്രീ O രാജഗോപാൽ എന്ന BJP സ്ഥാനാർത്ഥിക്ക് ഒരു പ്രാവശ്യം വിജയം ലഭിച്ചു. അങ്ങനെ ആദ്യമായി കേരളത്തിൽ BJPയുടെ ഒരു പ്രതിനിധി ഉണ്ടായത് ഈ നേമത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ്. എന്നാൽ പിന്നീട് നേമത്ത് നടന്ന തെരഞ്ഞെടുപ്പിലൊന്നും BJPക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് ആ മണ്ഡലം എന്ന് പറയുന്നതാണ് ശരി. ആ മണ്ഡലത്തെ ഇപ്പോൾ നിരന്തരമായി പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരള മന്ത്രിസഭയിൽ
അംഗമായിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി CB ശിവൻകുട്ടിയാണ്. അദ്ദേഹം ഇപ്പോൾ 2-3 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ വിജയിച്ച് നിയമസഭാംഗ ആവുകയും ആദ്യമായി മന്ത്രിയാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ കാലാവധി ഇനി പൂർത്തിയാകാൻ കഷ്ടിച്ച് 2 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിയമം പൊതുവെ ഒരു ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു മണ്ഡലമായിരിക്കുന്നു. കാരണം കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നുവെന്ന വാർത്ത അവർ ഇതിനോടകം തന്നെ പരസ്യപ്പെടുത്തി കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും നേമത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കത്തക്ക രീതിയിൽ എല്ലാ ശ്രമങ്ങളും അവർ വളരെ തന്ത്രപരമായി ആസൂത്രണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമാണ്. കാരണം അദ്ദേഹം മലയാളിയാണെങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മമേഖല കർണാടകയും ഡൽഹിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ശ്രീ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ കർമ്മഭൂമി എന്ന് പറയുന്നത് കർണാടകയാണ്. എന്നാൽ അതെല്ലാം മാറ്റിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിന്റെ BJPയുടെ ചുമതലക്കാരനായി കേന്ദ്ര നേതൃത്വം അവരോധിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വിജയം അനിവാര്യമാണ്. അദ്ദേഹം മാത്രമല്ല, BJPക്ക് ഒരു ഗണ്യമായിട്ടുള്ള സ്ഥാനം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കണമെന്ന് കേന്ദ്ര നേതൃത്വം വരെ നിഷ്കർഷിക്കുന്നുണ്ട്. പലവട്ടം ഇവിടുത്തെ കേന്ദ്രത്തിലെ 2ാമനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ കേരളം സന്ദർശിച്ചപ്പോഴൊക്കെ കേരളത്തിൽ BJPയുടെ വേരുകൾ നന്നായി ആഴ്ത്തി ഇറക്കണം എന്ന ആഹ്വാനം അണികൾക്കും അതിൻ്റെ നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, അപ്രതീക്ഷിതമായി ഒരു വിജയം ഈ അടുത്ത സമയത്ത് BJPക്ക് കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായതുകൊണ്ട് അവരുടെ ആർജവം ഇപ്പോൾ വർദ്ധിച്ചു നിൽക്കുകയാണ്. അവരുടെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നു എന്ന് അവർ കരുതുന്നു. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന കോർപ്പറേഷനാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വളരെ ഏറെയാണ്. തലസ്ഥാന കോർപ്പറേഷൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരം പിടിച്ചെടുത്ത് BJPയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 101 വാർഡുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 50 വാർഡുകളിലാണ് BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റ് കുറവുണ്ടെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJPക്ക് മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും അർഹതയുള്ളതാണ്. അതുകൊണ്ട് വളരെയേറെ ചർച്ചകളൊക്കെ നടത്തി. അവിടെ തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആരാകും മേയർ എന്നതിനെക്കുറിച്ച് കുറേ വിവാദമൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് കേരളത്തിലെ BJPയുടെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്ന VV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് അവരോധിക്കാനുണ്ടായത്. അപ്പോൾ നേമത്തെ മത്സരം ഇനിയിപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ V ശിവൻകുട്ടി ആയിരിക്കും CPMന്റെ അല്ലെങ്കിൽ ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നേമത്ത് UDF ഇറക്കും എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു തീ പാറുന്ന പോരാട്ടമായിരിക്കും നേമത്ത് നടക്കാൻ പോകുന്നത്. അവിടെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നേമം നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു, അതുപോലെ തന്നെ സംസ്ഥാന ശ്രദ്ധ ആകർഷിക്കുന്നു. വളരെ വളരെ വെല്ലുവിളികൾ ഉയർത്തുന്നതായിട്ടുള്ള ഒരു മണ്ഡലമായി അത് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വൈകാതെ ഉണ്ടാകും. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ BJPയുടെ അധ്യക്ഷൻ, BJPയുടെ വേരുകൾ ഉറപ്പിക്കാൻ വേണ്ടി കേന്ദ്രം ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ഒരിക്കലും ഒരു തോൽവി ഉണ്ടാകാൻ പാടില്ല എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അരയും തലയും മുറുക്കി BJP പ്രവർത്തകർ രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ധനമുള്ള സമ്പത്തുള്ള പാർട്ടിയാണ് BJP. ലക്ഷങ്ങളും കോടികളും ഒക്കെ ചെലവഴിച്ചാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുമെന്നുള്ളത് അവർ പല തെരഞ്ഞെടുപ്പുകളിലും ഇതിനോടകം തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പണമൊഴുക്കിയും കേന്ദ്ര നേതാക്കൾ പ്രചരണ രംഗത്തിറങ്ങിയും ഒക്കെ ഈ നേമം എന്ന് പറയുന്ന മണ്ഡലം പിടിച്ചെടുത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ നിയമസഭയിലേക്ക് BJPയുടെ അക്കൗണ്ട് തുറന്ന് പ്രവേശിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. V ശിവൻകുട്ടിയും ഏതാണ്ട് നിശ്ചയിക്കപ്പെട്ട CPMന്റെ സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു. അദ്ദേഹവും വീറോടെ
ഈ രംഗത്തുണ്ടാകും, അദ്ദേഹത്തിന്റെ മുന്നണി ഉണ്ടാകും. കാരണം അദ്ദേഹം നിലവിലുള്ള MLA ആണ് അവിടുത്തെ. UDF ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കും. അതുകൊണ്ട് നേമം മണ്ഡലത്തിൽ ആരായിരിക്കും വിജയി എന്ന് പറയാൻ ആർക്കും കഴിയാത്ത ഒരു സാഹചര്യമാണ്. കുറെ നാളുകൾ കൂടി കഴിയുമ്പോൾ ഇത് വളരെയേറെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറും. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നേമത്തെ ജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് അത്ര എളുപ്പമായിരിക്കുകയില്ല കേരളത്തിലെ തലസ്ഥാന നഗരിയിലെ ഒരു മണ്ഡലത്തിൽ നിന്നുള്ള വിജയം എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ കേന്ദ്ര BJP നേതൃത്വം നേരത്തെ പറഞ്ഞതുപോലെ വളരെയേറെ ഗൗരവത്തോടുകൂടി തെരഞ്ഞെടുപ്പെ കാണുന്നു. കേരളത്തിലെ BJPയുടെ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ നേമത്തെ തെരഞ്ഞെടുപ്പ് വഴിയൊരുക്കുമോ എന്നാണ് വളരെ കൗതുകത്തോടെ, ആകാംക്ഷയോടെ, ജിജ്ഞാസയോടുകൂടി കേരളത്തിലെ മുന്നണികളും BJPയുടെ കേന്ദ്ര നേതൃത്വവും നോക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. എന്തായാലും ഒരു പൊരിഞ്ഞ മത്സരമായിരിക്കും തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായ നേമം നിയോജക മണ്ഡലത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം.